നമസ്കാരം, വെൽക്കം ടു shynibindhus വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു BB ക്രീം ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന BB ക്രീം വീട്ടിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് എല്ലാം എടുത്ത് വെച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ട്. ആദ്യം വേണ്ടത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ലാക്ടോ കാലമൽ എൻ്റെ സ്കിൻ ടൈപ്പിന് ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ എടുക്കുക. എപ്പോഴും ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയപ്പോൾ 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ കുറേ കൂടുതൽ വന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചൊഴിച്ചോളൂ. ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടോ. 1/4 ടീസ്പൂൺ മോയ്സ്ചറൈസർ എടുത്തു. നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ ഉള്ളത് അതെടുക്കുക. അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് സൺസ്ക്രീൻ. അപ്പോൾ അതും ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. അപ്പോൾ ഞാൻ അതിവിടെ 1/4 ടീസ്പൂൺ എടുക്കുകയാണ്. എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അപ്പോൾ അതും ഞാനിവിടെ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഏത് ഫൗണ്ടേഷനാണുള്ളത് ആ ഫൗണ്ടേഷൻ എടുക്കുക. അതും ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. ഇതെന്താ വരുന്നില്ലല്ലോ. അപ്പോൾ അതും ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോമ്പാക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് കോമ്പാക്റ്റ് പൗഡറാണോ ഉള്ളത് അതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ എടുക്കുക. അപ്പോൾ ഞാൻ അതും ഇവിടെ കുറച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. അതും ഞാനിവിടെ 1/4 ടീസ്പൂൺ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, BB ക്രീം. അപ്പോൾ ഇതിൽ സൺസ്ക്രീൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, നമ്മുടെ കോമ്പാക്റ്റ് ഉണ്ട്, പിന്നെ ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോഴേ നമ്മുടെ BB ക്രീം കണ്ടോ കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഇതിൽ പിന്നെ പ്രത്യേകിച്ച് സൺസ്ക്രീൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. കാരണം ഇതിൽ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി ആണുള്ളത്. കാരണം ഇപ്പോൾ കൊളുത്തുന്ന വെയിലായതുകൊണ്ട് ഇതിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാതെ പോകരുത്. അപ്ലൈ ചെയ്തതിന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ BB ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ സൺസ്ക്രീൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, നമ്മളെ കോമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ കോമ്പാക്റ്റൊക്കെ നമ്മൾ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ആൾറെഡി നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടാലും ഒന്ന് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ആകാറുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കോമ്പാക്റ്റൊക്കെ ആഡ് ചെയ്താണ്. അത് കാരണം ഞാനൊരു 2 തുള്ളി ഗ്ലിസറിൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 തുള്ളി ഗ്ലിസറിൻ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ കയ്യിലില്ലെങ്കിൽ വേണമെങ്കിൽ അലോവേര ജെല്ല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ മോയ്സ്ചറൈസറൊന്നും ഇല്ലെങ്കിൽ അലോവേര ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ BB ക്രീം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുഖത്തൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുകയാണ്, അവിടെ ഡോട്ട് 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 വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വേണമെങ്കിൽ കൂടുതൽ ഡാർക്ക്നെസ് വേണമെങ്കിൽ കൂടുതൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് ഫൗണ്ടേഷൻ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര കളർ അങ്ങനെ ഇരിക്കുന്ന താല്പര്യമില്ല. കുറച്ച് നാച്ചുറൽ ലുക്കിൽ അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് കാരണമാണ് ഞാൻ ഇത്ര ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഒന്ന് അപ്ലൈ ചെയ്തോളൂ. ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ബ്ലെൻഡർ ഒന്നും എടുത്തിട്ടില്ല. കൂടുതലും ഞാനെപ്പോഴും അങ്ങനെയാണ്, മാക്സിമം അങ്ങനെയാണ്. എൻ്റെ കൈ തന്നെയാണ് എൻ്റെ ആയുധം. അങ്ങനെ ബ്ലെൻഡറൊന്നും യൂസ് ചെയ്യാറ്. ബ്ലെൻഡറൊക്കെ ഉണ്ട് കയ്യിൽ, ഭയങ്കര മടിയാണ്. അതൊക്കെ എടുത്ത് ഒന്ന് നനച്ച് എല്ലാം ചെയ്യണമല്ലോ. അതുകൊണ്ട് അത് മടിയായതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാറില്ല. അതവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങളിങ്ങനെ BB ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സ്കിൻ ടോൺ അനുസരിച്ച് നിങ്ങളെ ഫൗണ്ടേഷനും കോമ്പാക്റ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കൊടുക്കുക. പെയിൻ്റ് അടിച്ചത് പോലെ ഉണ്ടോ? മേക്കപ്പ് കൂടിപ്പോയോ ചേട്ടാ? ഇനി എന്തായാലും തുടങ്ങിയതില്ല, ഒന്ന് കണ്ണൊക്കെ എഴുതാമെന്ന് വിചാരിച്ച്, പുരികമൊക്കെ എഴുതാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഹിമാലയയുടെ കാജൽ വാങ്ങിയതാണ്. അതിൽ വാങ്ങുമ്പോഴേ ഇരിക്കുന്നത് ഒരു ഇത്രയ്ക്കാണ്. അതിൻ്റെ വിലയാണെങ്കിൽ 50 രൂപ. അപ്പോൾ എന്തിനാ അതിനെ വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ അതിങ്ങനെ വേസ്റ്റ് ചെയ്യാൻ മടിച്ച് പിശുക്കിയായതുകൊണ്ട് തന്നെ അത് വെച്ച് ഇങ്ങനെ ഒരു നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എന്തൊക്കെ ചെവി തോന്നുന്നതിൻ്റെ പേരെന്താ അത് മറന്നുപോയി. അതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പിരികം
പുരികം വരച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഡാർക്ക് കളർ നമുക്ക് കിട്ടും, നാച്ചുറൽ ലുക്കും കിട്ടും. ഇത് നിങ്ങളൊക്കെ വലിച്ചെറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലാത്ത പെൻസിലോട്ട് വരയ്ക്കുന്നതിനേക്കാളും നല്ല ഈസി ആയിട്ട് നല്ലൊരു നാച്ചുറൽ ലുക്കും ഒക്കെ നമ്മുടെ പ്രിയത്തിന് ഇത് വെച്ച് വരയ്ക്കുമ്പോൾ കിട്ടാറുണ്ട്. അയ്യോ കട്ടിക്ക് വരച്ചു പോയി, ഞാൻ അതൊന്ന് ശരിയാക്കട്ടെ. കണ്ടോ, ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മസ്കാര ഉണ്ടല്ലോ അതിൻ്റെ ഇതെടുത്ത് വെച്ച് ഒന്ന് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും പ്രിയത്തിന്. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ എടുത്ത് വരയ്ക്കും, അത്രയേ ഉള്ളൂ. ഇല്ലാതെ എനിക്ക് വലുതായിട്ട് ഒന്നും പറയാനൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് പറഞ്ഞതാണ്. കാരണം ഞാനിങ്ങനെ എടുത്ത് അത് വലിച്ചെറിയ വീല് തോണ്ടുന്ന മഡ്ജെടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചെയ്യുന്ന ഒരു ട്രിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കാരണം വെറുതെ ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് എല്ലാം വളരെ നാച്ചുറൽ ആയുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ 50 രൂപ കൊടുത്ത് വാങ്ങുമ്പോഴേ ഇത്ര കിട്ടും. അതിനെടുത്ത് വെറുതെ എറിയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ BB ക്രീം. ഇത് ഞാൻ ഇവിടെ കുറച്ചുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.